നമസ്കാരം. ലൈംഗികാരോപണ കേസിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലേതെന്ന് പറയുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഗർഭചിത്രത്തിന് ആശുപത്രിയിൽ പോകാൻ രാഹുൽ പെൺകുട്ടിയെ നിർബന്ധിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോൾ പെൺകുട്ടിയെ പരിഹസിക്കുന്ന തരത്തിലുമാണ് പുറത്തുവന്ന ശബ്ദരേഖ. എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുലിനെ കരിവാരിത്തേക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പുതിയ ഓഡിയോ ക്ലിപ്പുകൾ MLAക്ക് തന്നെ അനുകൂലമായി വരുമെന്നും പ്രതികരിച്ച് രംഗത്ത് വരികയാണ് രാഹുൽ ഈശ്വർ. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുലിനെ കരിവാരിത്തേക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. രാഹുലിന്റെ വാക്കുകൾ ഇങ്ങനെ: ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ വീണ്ടും സ്റ്റാർ ആകുന്നു എന്നായപ്പോൾ രാഹുലിനെ കരിവാരിത്തേക്കുവാൻ വീണ്ടും ഒരു പഴയ ഓഡിയോ കൊണ്ടുവന്നതല്ലേ? ഈ ഓഡിയോ കേൾക്കുമ്പോൾ രാഹുൽ നിരപരാധിയാണെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യം വരും. പണ്ട് മീഡിയക്കാർ പറഞ്ഞത് രാഹുൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നാണ്. ഇപ്പോഴത്തെ വീഡിയോ രാഹുൽ പ്രഗ്നന്റ് ആകാൻ നിർബന്ധിച്ചു എന്നാണ്. രാഹുൽ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയോട് കുട്ടി വേണമെന്ന് പറയുകയാണ്. ഒരു ആണിന് ഒരു പെണ്ണിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ്, പരസ്പരം കുടുംബം തുടങ്ങണമെന്നുള്ളത് കൊണ്ടാണ് കുട്ടി വേണമെന്ന് പറയുന്നത്. സെക്സ് മാത്രമാണെങ്കിൽ അവൻ അത് കഴിഞ്ഞ് തടി തപ്പിയങ്ങ് പോകും. ആ സഹോദരിയോടാണ് നിങ്ങൾ തമ്മിൽ ഒരു ബ്രേക്കപ്പോ ഡിവോഴ്സോ സ്പ്ലിറ്റോ ഉണ്ടായി, അതിൽ വിഷമമുണ്ട്. ഒരു കാലത്ത് രാഹുലിന്റെയും ഈ പെൺകുട്ടിയുടെയും ഇടയിൽ നല്ല ബന്ധം നിലനിന്നിരുന്നു. അതിന് താങ്കളെ ബഹുമാനിക്കുന്നു. അതിനുശേഷം നിർഭാഗ്യവശാൽ സ്പ്ലിറ്റ് ഉണ്ടായി, അതിൽ വിഷമുണ്ട്. എല്ലാ ബന്ധങ്ങളും തകരുമ്പോൾ നമുക്ക് വേദനയും വിഷമവുമുണ്ട്. കുഞ്ഞ് വേണമെന്ന് നിർബന്ധം പിടിച്ചതും ഗർഭചിത്രം നടത്തണമെന്ന് നിർബന്ധം പിടിച്ചതും രാഹുൽ എന്നാണ് പറയുന്നത്. ഒരാണ് പെണ്ണിനോട് നമുക്കൊരു കുഞ്ഞു വേണമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമുക്കൊരു കുടുംബം തുടങ്ങണമെന്നും എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നും പരസ്പരം യോജിപ്പാണെന്നുമാണ്. എന്തായാലും ആ ഓഡിയോ കേൾക്കണം. പുതിയ ഓഡിയോ രാഹുലിന് അനുകൂലമാണ്. രാഹുലും പെൺകുട്ടിയും സംസാരിക്കുന്നതാണ് ഉള്ളടക്കം. ആ സഹോദരിയോടാണ് പറയുന്നത്: നിങ്ങളുടെ ജീവിതത്തിലെ പേഴ്സണൽ ട്രാജഡിയും വേദനയും വെച്ച് ചിലർ രാഷ്ട്രീയം കളിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ രാഷ്ട്രീയമായി തകർക്കുവാൻ ചില ആൾക്കാർ ഇറങ്ങുകയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഉളുപ്പില്ലാത്ത, നാണമില്ലാത്ത ഈ വർഗം പെണ്ണിന്റെ വേദനയും ഗർഭത്തെയും വിഷമത്തെയും പ്രണയ തകർച്ചയും എല്ലാം രാഷ്ട്രീയപരമായി ആയുധവൽക്കരിക്കുകയാണ്. ഇത് ഏറ്റവും മ്ലേച്ഛവും നീചവുമായ കാര്യമാണ്. ഈ ബന്ധത്തിൽ അല്ലെങ്കിൽ അതിന്റെ തകർച്ചയിൽ കടന്നുപോയ വിഷമങ്ങളെയും വേദനകളെയും എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ എംപത്തൈസ് ചെയ്യുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. ഈ രീതിയിൽ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരെ ഒരു കാരണവശാലും സഹോദരി എൻകറേജ് ചെയ്യരുത്. ഇത് കേൾക്കുന്ന സാധാരണ മലയാളിക്ക് മനസ്സിലാകും രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയും തമ്മിൽ ഇഷ്ടമായിരുന്നു, പ്രണയത്തിലായിരുന്നു, കല്യാണവും കുടുംബവും ആഗ്രഹിച്ചിരുന്നു. ആ തിരിച്ചറിവ് നമ്മുടെ മലയാളികൾക്കുണ്ടാകട്ടെ. അതിനുശേഷം വളരെ വേദനാജനകമായി അവർക്കിടയിൽ സ്പ്ലിറ്റ് ഉണ്ടായി. ആ ബന്ധത്തിന് വിള്ളലുണ്ടായി. ഈ പെൺകുട്ടിയും അറിയേണ്ട കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളെ ഇഷ്ടമായതുകൊണ്ടാണ് ഈ കുട്ടിയുടെ കാര്യം ആലോചിച്ചത്. അല്ലെങ്കിൽ സെക്സ് കഴിഞ്ഞ് അവിടുന്ന് പൊടിയും തട്ടിപ്പോകും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ കുട്ടിയെ നിങ്ങളോടൊപ്പം വേണമെന്ന് നിർബന്ധം പിടിച്ചുവെന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. അതിനർത്ഥം ഒരു ജീവിതകാലം കമ്മിറ്റ്മെന്റ് ആ മനുഷ്യന്റെ മനസ്സിൽ കണ്ടിരുന്നു എന്നുള്ളതാണ്. ദൗർഭാഗ്യവശാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തെറ്റിയിരിക്കാം. രാഹുൽ ഈശ്വർ ഈ വീഡിയോയിൽ പറയുന്നു, പെൺകുട്ടിയോട് ഐക്യദാർഢ്യപ്പെടുവാണെന്നും എന്നാൽ രാഹുൽ ശക്തമായി മുന്നോട്ട് പോകണമെന്നുമാണ് രാഹുൽ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിച്ച് അഖിൽ മാരാരും രംഗത്ത് വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ന്യായീകരിക്കാൻ കഴിയാത്ത തെറ്റെന്നാണ് മാരാർ പ്രതികരിച്ചത്. പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഒരു പുരുഷൻ എന്ന നിലയിലും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് രാഹുൽ ചെയ്തതെന്നും ആ പെൺകുട്ടിയോട് മാപ്പ് ചോദിച്ച്, സമൂഹത്തോട് മാപ്പ് ചോദിച്ച് മുന്നോട്ടു പോകാനുള്ള ഒരു അവസരം ചോദിക്കുകയാണ് അയാൾ ഇനി ചെയ്യേണ്ടതെന്നുമാണ് അഖിൽ പറയുന്നത്. കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ ചാറ്റ്, ഫോൺ സംഭാഷണങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അഖിൽ മാരാറിന്റെ വിശദീകരണം. ഏതു വിധേനയും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലാതാക്കണമെന്ന ആരുടെയൊക്കെയോ ഉറച്ച തീരുമാനമാണ് ഘട്ടം ഘട്ടമായി പുറത്തുവരുന്ന ശബ്ദ സംഭാഷണങ്ങളും ചാറ്റുകളും എന്ന് വാദിക്കുന്നവർ അറിയാൻ. ദിലീപ്, വേടൻ, രാഹുൽ ഇവരൊക്കെയാണ് കേരളം ആഘോഷിച്ച സ്ത്രീ പീഡന വീരന്മാർ. ഇതിൽ നാളിതുവരെ ഒരു സ്ത്രീ പോലും പരാതി പറഞ്ഞിട്ടില്ലാത്ത പീഡന വീരനാണ് ദിലീപ്.
അയാൾക്കെതിരെ പൊതുസമൂഹത്തിന് മുന്നിലുള്ളത് പൾസർ സുനി എന്ന ക്രിമിനൽ പോലീസിന് നൽകിയ ഒരു മൊഴി മാത്രമാണ്. ആ മൊഴി കേരളം ഒന്നടങ്കം ഏറ്റെടുത്തു. അന്നു മുതൽ ദിലീപിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഏറെക്കുറെ പലരും അതിൽ ആനന്ദം കണ്ടെത്തി. പൊതുപരിപാടികളിൽ അയാൾക്കൊപ്പം ഫോട്ടോ വന്നതിന്റെ പേരിൽ പോലും പല രാഷ്ട്രീയ നേതാക്കളും പഴികേട്ടു. നാളിതുവരെ ഇരയാക്കപ്പെട്ട നടി ഒന്നും പറയാതെ തന്നെ ദിലീപ് പീഡന വീരനായി മുദ്രകുത്തപ്പെട്ടപ്പോൾ വേടൻ സംസ്ഥാന സർക്കാരിന് പ്രിയപ്പെട്ടവനായി മാറി. സംസ്ഥാന പുരസ്കാരം നൽകി ആദരിച്ചു. മാധ്യമങ്ങൾ വെളുപ്പിക്കാൻ മാറി മാറി മത്സരിച്ചു. 3 പെൺകുട്ടികളാണ് വേടന്റെ ക്രൂര ലൈംഗിക വികാരത്തിന്റെ പേരിൽ പരാതി നൽകിയത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഡോക്ടർ പെൺകുട്ടി. കഞ്ചാവ് ഉപയോഗിച്ചതിന്റെ പേരിൽ 2 തവണ പോലീസ് കേസിൽപ്പെട്ട വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ പെൺകുട്ടികളെ ലൈംഗിക ഭ്രാന്തി തീർക്കുവാൻ ഉപയോഗിച്ച വേടൻ ഒരു വിഭാഗത്തിന് പ്രിയപ്പെട്ടവനും നവ അയ്യങ്കാളിയും. അടുത്തത് രാഹുൽ. 100% രാഹുലിനെ തകർക്കാൻ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണമാണെന്ന് തന്നെ പറയാം. പക്ഷേ രാഹുൽ പൂർണ്ണമായും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഒരു പുരുഷൻ എന്ന നിലയിലും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ചെയ്തത്. പ്രണയം ഉണ്ടാവുന്നതും അതിൽ ലൈംഗിക വീഴ്ച സംഭവിക്കുന്നതും അതിൽ അബദ്ധം പറ്റി ഗർഭമുണ്ടാകുന്നതും മനസ്സിലാക്കാം. എന്നാൽ വിവാഹം കഴിക്കാമെന്ന പ്രതീക്ഷ നൽകി പെൺകുട്ടികളുടെ മനസ്സുമാറ്റി ലൈംഗിക വീഴ്ചയ്ക്ക് ഉപയോഗിക്കുന്നത് ന്യായീകരിക്കുന്ന നാരികളും ഉണ്ടായേക്കാം. എന്നാൽ ഇവിടെ നീ എനിക്ക് വേണ്ടി ഗർഭിണി ആകൂ എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ ബോധപൂർവം ഗർഭിണി ആക്കിയ ശേഷം അവൾ അതിന്റെ പ്രശ്നം പറയുമ്പോൾ ക്രൂരമായി മനസ്സാക്ഷിയില്ലാതെ മറുപടി പറയാനും ആദ്യ മാസത്തിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ച് നിസ്സാരവൽക്കരിക്കുവാനും അമ്മ ആകുന്ന നിമിഷം ഒരു പെൺകുട്ടിയിൽ മാനസികമായി സംഭവിക്കുന്ന വൈകാരിക മാറ്റങ്ങൾ ഉൾക്കൊള്ളാതെ ആ കുഞ്ഞിനെ കൊന്നുകളയാൻ ലളിതമായി ഭീഷണിപ്പെടുത്തുക, ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്ത പെരുമാറ്റമാണ് രാഹുൽ ഇന്ന് പുറത്തുവന്ന ഫോൺ സംഭാഷണങ്ങൾ. ഇതുപോലെയുള്ള ചെയ്തികൾ ചെയ്ത ശേഷം സമൂഹത്തിൽ നന്മയുടെ മുഖംമൂടി അണിഞ്ഞു നടക്കുന്നതിന് പകരം ചെയ്ത തെറ്റുകൾക്ക് ആ പെൺകുട്ടിയുടെ സമൂഹത്തോട് മാപ്പ് ചോദിച്ച് മുന്നോട്ടു പോകാനുള്ള ഒരവസരം ചോദിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു പെൺകുട്ടിയെ ചതിച്ച് ഗർഭിണി ആക്കി അവളെ കൊലപാതകിയാക്കി മാറ്റാൻ പ്രേരിപ്പിച്ച് സ്വന്തം ജീവിതം മാത്രം നോക്കുന്ന മനോഭാവം അപകടകരമാണ്. അനുകൂലിക്കുന്നവർ ഇല്ലാതാക്കാൻ നോക്കുന്നത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൂടിയാണ്. ഇനി രാഹുലിനെ എതിർത്ത് വേടനെ പൊക്കി നടക്കുന്നവർ ഒരേ സമയം വായ കൊണ്ട് കഴിക്കുകയും വായിലൂടെ അമേദ്യം പുറന്തള്ളുന്നവരുമായി മാറുന്നുവെന്നാണ് അഖിൽ മാരാറിന്റെ വാക്കുകൾ. കഴിഞ്ഞ 3 മാസമായി ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും പുതുതായിട്ട് ഒന്നും പുറത്തുവന്ന സന്ദേശത്തിൽ ഇല്ലെന്നുമാണ് രാഹുൽ മാങ്കുടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അന്വേഷണം നടക്കട്ടെ, ഏത് അന്വേഷണമായും സഹകരിക്കുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. അതിൽ എന്തിരിക്കുന്നു എന്നായിരുന്നു പുറത്തുവന്ന ശബ്ദ സന്ദേശം സംബന്ധിച്ച ചോദ്യത്തോടുള്ള രാഹുലിന്റെ മറുചോദ്യം. സമയമാകുമ്പോൾ താൻ തന്റെ നിരപരാധിത്വം കോടതി തെളിയിക്കുമെന്നാണ് രാഹുൽ പറയുന്നത്. പുറത്തുവന്ന ശബ്ദ സന്ദേശം നിഷേധിക്കുവാനോ അതിൽ വ്യക്തത വരുത്തുവാനുള്ള ശ്രമം രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. പല ചോദ്യങ്ങൾക്കും രാഹുൽ മറുപടി പറഞ്ഞതുമില്ല.